ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മൾ ഇന്ന് ഗസ്റ്റിനെ എടുത്തിട്ടില്ലേ. ഇന്ന് ഗസ്റ്റ് ഉണ്ട്, 2 മണിയാകുമ്പോൾ അവരിറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇന്ന് പിള്ളേർക്കൊക്കെ വലിയൊരു ആഗ്രഹം, ഇന്ന് അവരാണ് അവിടെ. അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം. അന്നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പോകാറുണ്ട്, ഇടയ്ക്ക് താമസിക്കാറുണ്ട്. അപ്പോൾ പിള്ളേർക്ക് എല്ലാവരും കൂടെ വന്നപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ആഗ്രഹം. എൻ്റെ ചേച്ചിയുടെ മോനും ആങ്ങളുടെ മോനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മളവിടെ ഗസ്റ്റിന് ഗ്രില്ലുണ്ടാക്കി കൊടുക്കുമ്പം അവർ പറയാറുണ്ടായിരുന്നു, ഗ്രില്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല മസാലയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ 2-3 സൈസിൽ ഉണ്ടാക്കാറുണ്ട്. ഗ്രീൻ കളറിൽ ഉണ്ടാക്കാറുണ്ട്, റെഡ് കളറിലുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തും മസാല ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഗ്രീൻ കളറിലെ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ബയോപോളാണ്. അപ്പോൾ ബയോപോളിൽ മാസത്തിൽ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ കമ്പനിയിൽ നിന്ന് ആൾ വരുവേ. അപ്പോൾ അവരതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമ്മുടെ ക്ലീനിങ്, നമ്മൾ നന്നായിട്ട് അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും അവർ വിസിറ്റിനിടും. അത്രയും നല്ല ഒരു ഗ്രൂപ്പാണ് നമുക്ക് ആ പൂളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ അവരിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് കൂടുക. അപ്പോൾ അതാ നോക്കിയേ, ഇന്ന് അപ്പോൾ പോകുമ്പോൾ കുറച്ച് മക്കളൊക്കെ ഗ്രില്ലൊക്കെ ചെയ്തൊന്ന് കഴിക്കട്ടെ അല്ലേ. ഇതാ ഞാൻ കുറച്ച് 10 പീസോളം ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ആദ്യം തന്നെ ചെയ്യുന്നത് എന്നാണെന്നറിയോ? നാരങ്ങ നീര് നല്ല പോലെ കഴുകി വരയൊക്കെ ഇട്ടിട്ട് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. ഇത് 2 നാരങ്ങയുടെ നീരാണ്. ഇത്രയും വേണം കേട്ടോ. ഇത്രയും പീസ് ആയതുകൊണ്ടാണ് 2 നാരങ്ങയുടെ എടുത്തേ. ചെറിയ നാരങ്ങയല്ലേ. കുറച്ചുപ്പ്, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ അവിടെ വയ്ക്കും. നാരങ്ങ ഉപ്പും കൂടെ ഒരു അരമണിക്കൂർ അവിടെ വെക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മസാല അരച്ച് തേച്ച് പിടിപ്പിക്കുക. എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത് മസാല എന്തായാലും തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനൊരു 4-5 മണിക്കൂറോളം വെക്കുവേ. അതിന് ശേഷമാണ് ഗ്രില്ല് ചെയ്യുക. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റും മസാലയുടെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടുള്ളൂ. നമ്മൾ മസാല അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പുതിന, മല്ലിച്ചപ്പ്, പച്ചമുളക്, ചെറിയുള്ളി ഒരു പിടുത്തം, കുരുമുളക്, പിന്നെ പെരിഞ്ജീരകപ്പൊടി, ഇതൊക്കെ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കി കൊണ്ടുവരുവേ. അതിന് ശേഷം നമ്മുടെ ഇതേൽ തേച്ച് പിടിപ്പിക്കും. മസാലയൊക്കെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പീസ് ഇച്ചിരി ചെറുതായിപ്പോയി, ഇവന്മാർ വെട്ടിച്ചുകൊണ്ട് വന്നത്. ചേട്ടൻ പോയാൽ കറക്റ്റ് അൽഫാമിൻ്റെ പീസ് കൊണ്ടുവരും. ഇത് കണ്ടോ, ചെറുതായിപ്പോയി കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് മസാല അതേലോട്ടൊന്ന് ഇതാക്കാം. ഈ മസാലയില്ലേ കുറച്ച് നമ്മൾ എടുത്ത് വയ്ക്കുവേ. അതെന്തിനാണെന്നറിയോ? ഇതിനകത്ത് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് ഗ്രില്ല് ചെയ്ത് ഒരു സൈഡ് ഇങ്ങനെ മറിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മസാലയും ഓയിൽ അല്ലെ ബട്ടർ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട്, ഈ മസാലയുടെ കൂടെ ബട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് ഒന്നുകൂടെ ആ ടേസ്റ്റും മസാലയുടെ ഫ്ലേവറും ഒക്കെ വരിക. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം. അരയ്ക്കാൻ നേരത്ത് ഇടാൻ മറന്നുപോയത്. ഇങ്ങനെ ഞാൻ കുറ്റിയിലോട്ടാക്കുവേ. സ്റ്റീലിൻ്റെ ഇതിനകത്തോട്ട് അത് ഫ്രിഡ്ജ് വയ്ക്കാൻ സൗകര്യമാണല്ലോ. ഓക്കെ. ചിക്കൻ്റെ കൂടെ ഉപ്പും നാരങ്ങ നീരും കൂടെ മസാലയിൽ നല്ലപോലെ തേച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ മസാലയിൽ ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. അപ്പം നിങ്ങൾ ഉപ്പ് ചിക്കനിൽ ചേർത്തത് കുറവാണെങ്കിൽ ഈ മസാലയിലും കൂടെ തേച്ചിട്ട് വേണം, ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ. ഫ്രിഡ്ജിനകത്തോട്ട് കൊണ്ടുവയ്ക്കുക. പോകാൻ നേരത്തെ എടുത്തോട്ട് അങ്ങ് പോയാൽ മതി. ഇനി നമ്മൾ വൈകിട്ട് റിസോർട്ടിൽ പോയിട്ട് ഗ്രില്ല് ചെയ്യാം. ആ സെക്ഷനൊന്നും ഞാൻ ചെയ്യത്തില്ല, അതൊക്കെ പിള്ളേർ ചെയ്തോളും. കാര്യം എനിക്ക് നോയുമ്പോൾ അതുകൊണ്ട് തന്നെ അവരാ കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അവരങ്ങ് ആയിക്കോളും. അപ്പോൾ നമുക്ക് വൈകുന്നേരം റിസോർട്ട് വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയേ, നല്ല തണുപ്പാണ്. നമ്മൾ താഴേന്ന് വന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നല്ല അടിപൊളി തണുപ്പാണ്. ഇന്ന് നമ്മുടെ കൂടെ എബിനാണുള്ളത് കേട്ടോ. ഇതാ അവൻ ഇന്ന് നമ്മളെ ഗ്രില്ലിന് ഹെൽപ്പ് ചെയ്യില്ലേ. ഇപ്പൊ എന്താടാ ചെയ്തേ? ഇപ്പൊ കനലില് നമ്മള് കുറച്ച് ജെല്ലിട്ട് കത്തിച്ചു, ചാർക്കോള്. അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കത്തിക്കണം അല്ലേ.
ചെറിയ തീയെല്ലാം കൊള്ളണം. ഇന്നലെ രാത്രി വന്ന് ഗ്രില്ല് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ. അന്നേരമാണ് നമുക്കൊരു സ്പോട്ട് ബുക്കിംഗ് വന്നു. പെട്ടെന്ന് തന്നെ ഗസ്റ്റ് കയറി. അതുകൊണ്ട് അവര് 11 മണിയായപ്പോ ഇറങ്ങിയപ്പോ നമ്മൾ വേഗം വന്നിട്ട് ഇത് ഗ്രില്ല് ചെയ്യുക. അപ്പൊ ഇനിയും ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ രാത്രിയിലത്തെ ആ നൈറ്റ് ഷോട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഗ്രില്ല് ചെയ്തേക്കാം അല്ലെ. ഇതാ കനലൊക്കെ എബിൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഇവൻ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഈ കനലൊക്കെ സെറ്റ് ചെയ്യുന്നതും. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെയും കൂടെ ഉൾപ്പെടുത്തി, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ലേടാ നമ്മളത് ചെയ്യുന്നത്. അപ്പം അത് അവർക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന ഒരു എൻജോയ്മെന്റും കൂടെയാണ് കേട്ടോ. അതൊക്കെ ഇവരൊക്കെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ എന്തായാലും നമുക്കിന്ന് സെറ്റായോ? കനല് സെറ്റായി. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ചിക്കൻ വെക്കാം അല്ലെ. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കുക അല്ലെ. ഇന്നലെ ചുടാത്തോണ്ട് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അല്ലെ മസാല പിടിച്ചിട്ട്. അപ്പൊ എന്തായാലും ഇതെന്റെ ഗ്രീൻ ചില്ലി അല്ലെ, നമ്മള് നേരത്തെ ഉണ്ടാക്കിയ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മസാലയാണ്. ഓക്കെ, അങ്ങനെ നമ്മളിതാ കനലിലേക്ക് നമ്മുടെ ചിക്കനെ വെച്ചേക്കുക. ഇതുപോലെയാണ് നമ്മളിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ ഗ്രില്ലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് തട്ടിയിടണ്ടേ? എടുത്തെടുത്ത് അപ്പോട്ടാ അല്ല തപ്പിക്കോട്ടാ നോയമ്പാണേ, നോയമ്പാ. ഞാൻ കഴിക്കത്തില്ല. 15 നോയമ്പ്. ഇവന്മാരൊന്നും എടുക്കൂല ഇതൊന്നും. പച്ചക്കറി ഇഷ്ടം. ഇത് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറാ. അപ്പം കഴിച്ചു നോക്കിയില്ലെങ്കിലും നമുക്ക് കണ്ടാ അറിയാം അതിന്റെ ടേസ്റ്റ്. എന്തായാലും ആനസിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവരാസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൂടെ നമ്മുടെ മനസ്സ് സന്തോഷമാവുമല്ലോ. അതല്ലേ നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനം ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ല ഒരു അല്ലേ സന്തോഷം. അടിപൊളി സാധനം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രില്ലും നമ്മുടെ റിസോർട്ടിന്റെ വിശേഷങ്ങളും. അപ്പൊ പുതിയൊരു കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ പറ എല്ലാരും. ബൈ.